ഒരു സാധാരണക്കാരനാണ് മരിച്ചത്. വലിയ VVIPയോ സിനിമാ നടനോ ഒന്നുമല്ല. പക്ഷേ ജനം നൽകുന്ന ഈ യാത്രയപ്പ് ഒരു തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസറായി ജീവിച്ച ഒരാളല്ല. പക്ഷെ ജീവിതം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തെ നോക്കി നാടിനോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരാളല്ല. ചെറിയ കാലത്തുള്ള ജീവിതം, ഒരുപാട് കാലമല്ല, വളരെ ചെറിയ പ്രായം. ആ ചെറിയ പ്രായത്തിനുള്ള ജീവിതം, ഇങ്ങനൊരു ദുരന്തത്തിലെ മരണം. പക്ഷെ ആ ചെറിയ ജീവിതം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ നാടിനെ ഒന്നാകെ ഒരുമിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി, വലിയൊരു ഘടകമായിട്ട് അർജുൻ എന്ന പേരും ആ ജീവിതവും മാറി എന്നുള്ളതാണ്. അനേകായിരം ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന ആർക്കും ഇതുവരെ അദ്ദേഹത്തെ കണ്ട പരിചയമില്ല, ഇടപെട്ട പരിചയമില്ല. പക്ഷെ അവരെല്ലാവരും ആ പോയിന്റിലേക്ക് എത്താൻ, അർജുൻ എന്ന നാമത്തിലേക്ക് ഒരേ മനസ്സോടെ എത്തിച്ചേരുക. വല്ലാത്തൊരു സന്ദേശമാണ് ഒരു ജീവിതം കൊണ്ട് അയാൾക്ക് ഈ നാടിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നിസ്വാർത്ഥമായ ഒരുപാട് ആളുകൾ, ഇപ്പം മനാഫ് മുതൽ ഈശ്വർ മാൽപ്പ അടക്കം ആഴങ്ങളിലൊക്കെ മുങ്ങുമ്പോഴും തന്റെ ജീവിതമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു കണ്ണു ചേർക്കപ്പെട്ടു ഈ ഒരു നന്മയിൽ. അതും ഒരു വലിയ, നമ്മൾ ഈ ഒരു മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ അവിടെ മുഴുവൻ കാണുന്നത് ആ കാർവാറിലെ MLA. കാർവാർ കേരളത്തിലെ ഒരു നിയോജകമണ്ഡലമല്ല, പക്ഷെ അവിടുത്തെ MLA കേരളത്തിൻ്റെയായി. ഈ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അയാളോട് നന്ദി പറയാൻ, അവരുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു മകനെ തിരിച്ചു കിട്ടാൻ ഇങ്ങനെയെങ്കിലും, നേരത്തെ അവർ കുടുംബം പറഞ്ഞതുപോലെ മരിച്ചെന്ന് കരുതി വേദനിക്കാനെങ്കിലും കിട്ടിയല്ലോ എന്ന് കരുതുന്നത് പോലെ അത്രയും ആളുകൾ ആഗ്രഹിച്ച, കാത്തിരുന്ന, പ്രാർത്ഥിച്ച ഒരു കാര്യത്തിലേക്ക് 71 ദിവസം അവിടുത്തെ ഗവൺമെന്റിനോടും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. 71 ദിവസം നിർത്താതെ ആ തെരച്ചിൽ നടത്തി ഒടുവിൽ ആ ഒരു വാക്കിലെല്ലാം ഉണ്ട് കുടുംബം പറഞ്ഞ്, മരിച്ചു എന്ന് കരുതി വേദനിക്കാനെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല മനസ്സുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കർണാടകയിലെ ജനങ്ങളോടും സർക്കാരിനോടും. അതുപോലെ തന്നെ ആ MLA സതീഷ് ശൈൽ, നമ്മുടെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, നമ്മുടെ മഞ്ചേശ്വര MLA അഷ്റഫ്, നമ്മുടെ MP രാഘവേട്ടൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനൊക്കെ അതീതമായിട്ട് ഈ നാടിൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട്.